ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 11 ഡമാസസ് ഒന്നാമൻ മാർപ്പാപ്പ. 305 അദ്ദേഹം ജനിച്ചത്. 384 അദ്ദേഹം മരിച്ചത്. റോമ നഗരത്തിലായിരുന്നു ജനനം. അന്റോണിയൂസ് ലവറൻസിയ എന്നായിരുന്നു അപ്പൻ്റെയും അമ്മയുടെയും പേരുകൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഉദയവും പാശ്ചാത്യ പൗരത്യ സാമ്രാജ്യങ്ങളുടെ ലയനവും ഈ മാർപ്പാപ്പയുടെ കാലത്തായിരുന്നു. ക്രിസ്തുധർമ്മത്തെ സാമ്രാജ്യത്തിലെ നിയമാനുസൃത മതമാക്കിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് 313 മിലാൻ വിളംബരത്തിലൂടെ. 380 റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തുധർമ്മത്തെ അംഗീകരിച്ചു. ഔദ്യോഗിക മതമായിട്ട് ലത്തീനിലെ വുൾഗാത്ത ബൈബിൾ പ്രചരിപ്പിക്കുന്നതിൽ ഡമാസസ് മാർപ്പാപ്പയുടെ പങ്ക് വളരെ വലുതാണ്. എല്ലാ പാഷാണ്ഡതകൾക്കുമെതിരെയും ശക്തമായ നിലപാടെടുത്ത ആളാണ്. ഈ ഡമാസസ് മാർപ്പാപ്പയുടെ മുമ്പുള്ള മാർപ്പാപ്പ ലിബേരിയസ് മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം കാലം ചെയ്തപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഡമാസസ് ആണ്. വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. ശാന്തമായിരുന്നില്ല, ഒട്ടും ശാന്തമായിരുന്നില്ല. ബഹളത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഈ ബഹളത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഡമാസസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കൊലപാതകിയായിട്ടാണ് ഡമാസസ് മാർപ്പാപ്പയെ കുറേ പേര് ചിത്രീകരിച്ചത്. മാത്രമല്ല, ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം ശത്രുപക്ഷത്തുള്ള ആര്യൻ പാഷാണ്ഡതക്കാരുടെ ആരോപണങ്ങളായിരുന്നു, വസ്തുതട്ടമായിരുന്നില്ല. നമുക്കറിയാലോ, ഇപ്പോഴും ഈ വിമതരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അന്നേരം ഭൂമി കുംഭകോണം, ഇല്ലാത്ത കുംഭകോണവും പിന്നെ പെണ്ണുകേസുകളും അവരൊപ്പം ഉണ്ടാക്കി കൊണ്ടുവരും. അത് ഈ വിമതരുടെ പാഷാണ്ഡതക്കാരുടെ ഒരു ബേസിക് നേച്ചറാണത്. എങ്ങനെയെങ്കിലും ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവരുടെയോ വിശുദ്ധരുടെയോ ഒക്കെ മൊറയിൽ തകർക്കുക എന്നുള്ളതാണ് വിമതരുടെ. അതൊരു പൈശാചിക തട്ടിപ്പാണ്. വസ്തുനിഷ്ഠമായി ഒരു കാര്യം ഉണ്ടാവില്ല. എന്നിട്ടും പെണ്ണ് കേസുകളും പണത്തട്ടിപ്പ് കേസുകളും അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ കുറേ പേരുണ്ടാവും ചെയ്യും. കാരണം എന്താണ്? നമ്മുടെ കൗതുകത്തെ തൃപ്തിപ്പെടുത്തുന്ന തിന്മ കേൾക്കാൻ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. നന്മ കേൾക്കാത്ത ഇഷ്ടമില്ല താനും. നന്മ കേൾക്കുമ്പോൾ നമുക്ക് അസൂയാണ്. അപ്പോൾ ഈ തിന്മ കേൾക്കാനുള്ള നമ്മുടെ കൗതുകത്തെ തൃപ്തിപ്പെടുത്തുകയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ പലരും ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങൾ തന്നെയല്ല, വിമതരോടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഈ ഡമാസസ് മാർപ്പാപ്പയ്ക്കെതിരെ കൊലപാതകിയാണെന്നുള്ള ഒരു ആരോപണം, ഒരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നുള്ള ആരോപണം, ഇതെല്ലാം തന്നെ വിമത ഈ ആര്യൻ പാഷാണ്ഡതക്കാരുടെ ആരോപണങ്ങളായിരുന്നു. വസ്തുനിഷ്ഠമായ ഒരു ആരോപണം, ഒരു സത്യം അതിനകത്തുണ്ടായിരുന്നില്ല. എന്നാൽ മാർപ്പാപ്പ ഇതൊക്കെ കേട്ടപ്പോഴും മാർപ്പാപ്പയ്ക്ക് ഒരു കുലുക്കമുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം സത്യസന്ധനാണെന്ന്. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജെറോമിനോട് വുൾഗാത്ത പരിഭാഷ തയ്യാറാക്കാൻ, ലത്തീൻ പരിഭാഷ തയ്യാറാക്കാൻ, ബൈബിൾ ലത്തീൻ പരിഭാഷ തയ്യാറാക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. 382 അദ്ദേഹം റോമായിൽ സൂനദോസ് വിളിച്ചു കൂട്ടി. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ ഔദ്യോഗിക കാനൻ നിശ്ചയിച്ചത്, അതായത് ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ്, ഏതെല്ലാം പുസ്തകങ്ങളാണ് നമ്മുടെ ബൈബിളിൽ വേണ്ടതെന്ന് നിശ്ചയിച്ചത് ഈ ഡമാസസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് 382 സൂനദോസിൽ. ക്രിസ്തീയ രക്തസാക്ഷികളുടെ വണക്കം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കാരണം വെളിപാട് പുസ്തകത്തിൽ രക്തസാക്ഷികൾ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷികളുടെ വണക്കം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതിനുവേണ്ടി റോമയിലെ ഭൂഗർഭാലയങ്ങൾ പുനരുദ്ധരിച്ചു. അതായത് അവിടെയാണല്ലോ രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടതൊക്കെ. അവിടേക്ക് നല്ലൊരു വഴി വെട്ടി. അവരുടെ കബറിടങ്ങളിൽ അവരുടെ വിവരങ്ങളെല്ലാം കൊത്തിവെച്ചു. ഓരോ രക്തസാക്ഷികളും കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് കൊത്തിവെച്ചു. അങ്ങനെ സഭയ്ക്കും ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, ഒരുപാട് ആരോപണങ്ങളുടെ നടുവിലും ഒരുപാട് നന്മ ചെയ്ത മഹാവിശുദ്ധനാണ് ഡമാസസ് ഒന്നാമൻ മാർപ്പാപ്പ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ചരിത്രം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. നമ്മളും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ. നമ്മൾ കുലുങ്ങേണ്ടതില്ല. നമ്മൾ കർത്താവ് ഏൽപ്പിച്ച പണികളുമായിട്ട് മുന്നോട്ട് പോകുക. ഈ ആരോപണം ഉന്നയിക്കുന്നവരും വിമതരും പാഷാണ്ഡതക്കാരും ശീഷ്മക്കാരും ഒക്കെ അവരിങ്ങനെ എല്ലാ പൈശാചിക വഴികൾ നോക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ സത്യസന്ധരായിരിക്കണം. പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുക കർത്താവായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.